अरे मोटो जल्दी से गुड न्यूज ऐलान कर दो। गुड न्यूज से भी सुपर न्यूज है। अब आप हमें टीवी के साथ साथ जियो हॉटस्टार पे भी देख सकते हैं। जहां है अनलिमिटेड टून्स की मस्ती, प्रीमियम एंटरटेनमेंट और लाइव स्पोर्ट्स। जियो हॉटस्टार, द वर्ल्ड ऑफ इन्फिनिट पॉसिबिलिटीज। വേഗം നടക്ക്. നാളെ രാവിലെ 10 മണിക്ക് വിദേശകാര്യമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഷേർ സിംഗ് സർക്കാരിനോട് 100 കോടി രൂപ ചോദിച്ചിരിക്കുന്നു. അങ്ങനെ തന്നില്ലെങ്കിൽ മന്ത്രി വരുന്ന ഫ്ലൈറ്റ് കുഴിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കും എന്ന് ഷേർ സിംഗ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഈ എയർപോർട്ടിന്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും ഗട്ടുപട്ടു സെക്യൂരിറ്റി ഏജൻസിക്കാണ് നൽകിയിരിക്കുന്നത്. ഗട്ടുപട്ടു 24 മണിക്കൂറിനകം ഷേർ സിംഗിനെ പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നേ? മിനിസ്റ്ററുടെ പ്രോഗ്രാം അല്ലേ ക്യാൻസൽ ചെയ്തേ. അപ്പൊ ഈ ഷെയർസിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നേ? നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. മിനിസ്റ്ററിന്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ നമ്മുടെ നാട്ടിനത് ചീത്തപ്പേരുണ്ടാക്കും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് അവനെ പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി ആലോചിക്കേണ്ടത് എങ്ങനെയെന്നാണ്. എടാ പിള്ളേരെ, നിങ്ങൾ രണ്ടുപേരും എവിടെ ഇരുന്ന് ഈ ഷേർ സിംഗിന്റെ ഷോ കണ്ടോളൂ. എന്താ ചെയ്യുന്ന നിങ്ങൾ? എന്താ ചെയ്യുന്ന? ബോസല്ലേ ഷോ കാണിക്കാൻ നിങ്ങൾ എല്ലാരും ഇരുന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ബോസ് ഷോ കാണിക്കൂ, ഞങ്ങൾ കണ്ടോളാം. എടാ മണ്ടന്മാരെ, ആഹാരം കഴിക്കുന്ന കാര്യം ഒഴികെ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ലടാ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യോ? ഇത്രയെങ്കിലും ബുദ്ധി ഉപയോഗിക്കടാ. എന്താ ബോസ്, ഭക്ഷണം കഴിച്ചേക്ക് ഇങ്ങനെ പറഞ്ഞു കാണിക്കുന്നു? ഇങ്ങനെ പറഞ്ഞു കാണിച്ചാൽ ഞങ്ങൾക്ക് ദഹിക്കില്ല. ഞങ്ങൾ ഇനി ബോസിനോട് മിണ്ടില്ല. പോ ബോസേ. എടാ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ എന്താടാ ചെയ്യേണ്ടത്? ആ കട്ടൂണിയും പട്ടൂണിയും നശിപ്പിക്കാനുള്ള സമയം അടുത്ത് കഴിഞ്ഞു. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. വായടക്കടാ. സിംഹം സംസാരിക്കുമ്പോ എലികൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, മനസ്സിലായോ? ഹലോ, ഗട്ടുപട്ടു സെക്യൂരിറ്റി ഏജൻസി. ഗട്ടുപട്ടു, നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്, വേഗം വരൂ. ഗട്ടുപട്ടു, ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കില്ല. എനിക്ക് 100 കോടി രൂപ പണം വേണം. ഈ കാര്യം മിനിസ്റ്റേഴ്സോട് പറയൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാം നശിപ്പിക്കും. കാണണോ? ഷേർ സിംഗ്, ഞങ്ങൾ തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. തനിക്കത് അറിയാമല്ലോ. ഞാൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് സർക്കാരിനോട് എന്റെ ആവശ്യങ്ങൾ പോയി പറയൂ. ഞാൻ 3 എണ്ണുമ്പോഴേക്കും പൊക്കോ. 1 2 3. തിരിച്ചു വരൂ ബോസേ. ഇയാളെന്തിനാ പറന്നു പോകുന്നത്? എന്ത് പറ്റി ബട്ടു? നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? ഫ്രിഡ്ജിൽ എന്തെങ്കിലും തെറ്റായ കാര്യം കണ്ടോ? ഹലോ എവരിബഡി. പേടിക്കണ്ട, ഞാൻ ഭൂതം പ്രേതമൊന്നുമല്ല. എഴുന്നേക്കോ. ഓ എന്റെ ഡോക്ടറെ, എന്താണ് ഇതൊക്കെ? നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് വന്നു?
ഭാഗ്യം. ഈ ബട്ടു താങ്കൾ ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തൊന്ന് പേടിച്ചു പോയി ഞാന്. എന്റെ ഓഫീസ് എന്റെ ഓഫീസിന്റെ അടിയിലാണുള്ളത്. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ റോട്ടിൽ കൂടെ തന്നെ പോകണം. അതുകൊണ്ട് ഞാൻ ഒരുപാട് കറങ്ങി തിരിഞ്ഞു വേണം ഓഫീസിലേക്ക് വരാൻ. കുറെ ഇരുന്ന് ചിന്തിച്ചു കിട്ടിയ വഴിയാണിത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഞാൻ എന്നും ഓഫീസിലേക്ക് വരുന്നതും പോകുന്നതും ഈ ഫ്രിഡ്ജിലുള്ള വഴി കൂടെ ആയിരിക്കും. വരൂ, നിങ്ങൾക്ക് ഞാൻ എന്റെ പുതിയ വഴി കാണിച്ചു തരാം. ഓക്കെ കട്ടുപെട്ടു, ഞാൻ പോട്ടെ, ബൈ. ഡാഗട്ടു, ഈ ബട്ടോട് 6th സെൻസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സിംഹത്തിന് പിടിക്കണമെങ്കിൽ അതിന്റെ ഗുഹയെ പോയി തന്നെ പിടിക്കണം. പിന്നീട് നമ്മളോട് കളിക്കാനും തോന്നില്ല, പിന്നെ നമ്മളോട് നല്ല പേടിയും ഉണ്ടാകും. ഓ വരൂ വരൂ, നിങ്ങൾ എത്തിയോ? വരൂ, ഷേർ സിംഗിനെ പിടിക്കാൻ ഷേർ സിംഗിന്റെ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ വന്നിരിക്കാനല്ലേ? ഈ ഷേർ സിംഗിനെ പിടിക്കാൻ അത്ര നിങ്ങൾ വളർന്നിട്ടില്ല പിള്ളേരെ. നിങ്ങൾ കൊച്ചു കുട്ടികളാ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, അവരെ ഒന്ന് നന്നായിട്ട് പരിചരിക്കേ. ശരി ബോസേ. ബുദ്ധി എന്നത് ഒരു തരി പോലും ഇല്ലാത്ത ഈ മണ്ടന്മാരെ ഞാൻ എന്താ ചെയ്യാ? എടാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെയല്ല പരിചരിക്കാൻ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം, ഒന്ന് മാറി നിൽക്കേ. കട്ടു, എനിക്കൊരു കൈ താകട്ടു, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് താഴെ വീഴൂ. ബട്ടു, ഇത് പിടിക്ക്. താങ്ക് യു കട്ടു. എടാ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, വേഗം ഈ ഗട്ടുടെ പറ്റുന്റെ അടുത്തേക്ക് പാർസലാക്കി അയക്കടാ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ് സ്ട്രോങ്? ഈ ബെൽറ്റ് ഒന്ന് പിടിച്ച് കാണിച്ചേ. സ്ട്രോങ് ഞാനാണ് സ്ട്രോങ്. അതുകൊണ്ട് നീട്ടിക്കേ, ഞാൻ വലിക്കാം. വാ ബട്ടു, പോവാം. ഇത് കണ്ടുപിടിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. കൊള്ളാലോ. പ്രൊഫസർ, നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഷേർ സിംഗ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് ഉണ്ടാവുമോ? ഞങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു കുഴി വന്നാലും ഞങ്ങൾ അതിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ടാ. നല്ല ദാഹമുണ്ട്, ആദ്യം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. എനിക്ക് നിങ്ങളെ ദേഷ്യപ്പെടുത്തണമെന്നില്ല. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്തുണ്ടോ അത് കാണില്ല, എന്ത് കാണുന്നു അത് ഉണ്ടാവില്ലെന്ന്. എന്നോട് ചോദിക്കാതെ എന്തിനാ അതെടുത്ത് കുടിച്ചു? ഇപ്പൊ പണി കിട്ടിയത് കണ്ടോ? സോറി, ഞാൻ ഇനി ചോദിച്ചിട്ട് കുടിക്കാവേ. ഞാനും ഷേർ സിംഗിന്റെ ന്യൂസ് കണ്ടു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആന്റി ക്രൗട്ടി ഷൂസ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കുഴിയിലൊന്നും നിങ്ങൾ വീഴത്തില്ല, മറിച്ച് കാറ്റിൽ നിങ്ങൾ പറന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ. താങ്ക് യു പ്രൊഫസർ. ഇനി നോക്കിക്കോളൂ, ഞാൻ ആ ഷേർ സിംഗിന് ഒരു വഴിയാക്കത് വിടൂല. ഷേർ സിംഗ് എന്തായാലും എയർപോർട്ടിലേ കാണുള്ളൂ. പ്രൊഫസർ നമുക്ക് തന്ന ആ ആന്റി ഗ്രാവിറ്റി ഷൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനല്ലപ്പോ നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. ശരോ, ബട്ട് 6th സെൻസ് എന്തോ പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ പ്രശ്നം ഉള്ളതരേ, നമ്മൾ സൂക്ഷിച്ചിരിക്കണം. മിനിസ്റ്റർ ഈ സമയം ഇപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് ആ എയർപോർട്ടിലേക്ക് എത്തണം.
പക്ഷെ ബട്ടു ജീപ്പ് ഓടിക്കുന്നത് നീയല്ലേ? ബ്രേക്ക് നീയാണ് പിടിക്കേണ്ടത്. വേണ്ട. കേട്ടു, എന്നെ പെട്ടെന്നൊന്ന് തിരിച്ചു നിർത്തിയടാ. പ്രൊഫസർ നമുക്ക് തന്ന ആന്റി ഗ്രാവിറ്റി ഷൂസ് വർക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണെന്ന്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇവര് കാരണം എനിക്ക് 100 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ അടിച്ച് കാറ്റിൽ പറപ്പിക്കണം. ഞാൻ പോയി ആ വിദേശ മന്ത്രികളെ കണ്ടിട്ട് വരാം. മണ്ടത്തരം ഒന്ന് കാണിച്ചു കൂട്ടരുത്. ബട്ടു കേട്ടു, ബട്ടു കേട്ടു, ബട്ടു ബട്ടു. ഈ തണുപ്പ് കാലത്ത് ഈ ചൂട് കാറ്റ് പോലും ശരീരത്തിന് നല്ല സുഖം തരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ കാറ്റ് എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ പിന്നിൽ തീ പിടിച്ചിട്ടുണ്ട് ബോസ്. എന്നെ തന്നെ പറ്റിക്കാൻ നോക്കാണോ? പിന്നില് തീയൊന്നും കാണുന്നില്ലല്ലോ. എല്ലാം പച്ചപ്പായിട്ടാണല്ലോ ഉള്ളത്. വെറുതെ ഇങ്ങനെ നുണ പറയാതെ ഒന്നും മിണ്ടാതിരിക്കോ? ബോസ് ഡയലോഗ് പറഞ്ഞേക്കാൻ മതി. നിങ്ങളുടെ പുറകിൽ ഇപ്പൊ തീ കത്തുന്നുണ്ട്. എന്താ ചെയ്യാ? തീയില്ലാത്ത സ്ഥലത്ത് കയറി ചവിട്ടില്ലേടാ. സമയം കിട്ടുമ്പോ പകരം വീട്ടാനോടാ. ഇപ്പൊ തീ അണഞ്ഞു ബോസേ. അല്ല, ഭക്ഷണം തണുത്തു പോകും. നിങ്ങൾ ആ ഫാൻ ഒന്ന് നിർത്തൂ. ഈ ഗട്ടു ബട്ടു എവിടെ? 100 കോടി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവരെ ഇനി കാണുന്നില്ലല്ലോ. ഷേർ സിംഗ് ഇവിടെ വന്ന എന്താ സംഭവിക്കാ? മിനിസ്റ്റേഴ്സിന്റെ പ്ലെയിൻ ഇപ്പൊ എത്തുമല്ലോ. എനിക്ക് 100 കോടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ഇതിന് അനുഭവിക്കും. മറ്റൊരു പേര് ഷേർ സിംഗ് ആണ്. അപ്പൊ രണ്ടാമത്തെ പേരെന്താ? എന്റെ ഡയലോഗ് നീ കേറി പറയല്ലേടാ. ഫ്ലൈറ്റ് തലതിരിഞ്ഞാണല്ലോ ലാൻഡ് ആവുന്നത്. നമുക്ക് പെട്ടെന്ന് പോയി ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് പൊട്ടി തെറിക്കും. ബട്ടു തയ്യാറാണോ? ഈ ബട്ടു ജനിച്ചപ്പോ തൊട്ടേ തയ്യാറാണ്. 2 ഫ്രണ്ട്സ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എനിമീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തടാ. അവന്മാരുടെ വാചകം കേൾക്കാനല്ല നമ്മൾ വന്നത്. പോയി അവന്മാരെ പിടിക്ക്. നിക്ക് 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 നിക്ക്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. ഇതൊന്ന് പിടിച്ചേക്കാൻ.
ഹു ഹേ ഹു ഹ്യ. ആ? ഓ, ഉം. ഓ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. ആ, നിങ്ങൾ തുടങ്ങിക്കോ. ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അവിടെ നിക്ക. ഒന്നിങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നു നോക്ക്. എടാ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഗട്ടു ക്യാരറ്റ് തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു ബോസ്. ഞാൻ ശമ്പളം തരുന്നത് അവൻ പറഞ്ഞത് കേൾക്കാനല്ല. പോടാ, പോയി ഫൈറ്റ് ചെയ്യേ. എന്റെ ക്യാരറ്റ് നീ താഴെയിടാൻ നോക്കിയോ? ഗട്ടു നീ ഫൈറ്റ് ചെയ്ത് ടയർഡ് ആയിട്ടുണ്ടാവും. നീ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇവന്മാരൊക്കെ ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് ഇവന് കഥ കഴിക്കണം. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണ്. ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. നോക്കിക്കോ. ഓഹോ, സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നിട്ട് ഭയങ്കര ചൂടെടുക്കുന്നത്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫാൻ ഓൺ ചെയ്തിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാം. ഫാൻ ഓഫ് ആക്ക്, ഫാൻ ഓഫ് ആക്ക്. ഗട്ടു ബട്ടു താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി. നിങ്ങൾ ഇങ്ങനെ ഒരു പട്ടം പറപ്പിച്ച് കാണില്ലല്ലോ. ഇന്നാ പിടിച്ചോ, പറപ്പിച്ചു നോക്ക്. ആരും അനങ്ങരുത്. പിന്നെ താഴെ ഇറക്കടാവുന്ന വേഗം താഴെ ഇറക്ക്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. ഇതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടടാ. നിങ്ങൾ തെറ്റിച്ചു പറയാ. പട്ടത്തിന്റെ അടുത്ത പേരാണ് ഷേർ സിംഗ്.